Founded in 1998 by Sir Sohan Roy, Aries Group is a global engineering, inspection, and consultancy organization with operations across continents. Known for technical excellence, Aries has drawn international attention for a radical, family-centric approach to human resources. In India, work often means survival. For some, dignity. But in very few places, work becomes care. In the quiet village of Punalur in Kerala, Aries changes the narrative. This is the story of Aries, Aikarakonam. Here we can see how humane HR practices can shape happier employees, stronger families, and a more meaningful way to work. രണ്ടായിരത്തി 2015 പുനലൂർ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് 6 പേരെ വെച്ചാണ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം മുതലേ ഉള്ള ആളാണ് ഞാനും. എൻ്റെ വീട് ഐക്കരക്കോണമാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരുടെ ഫാമിലി മെമ്പേഴ്സിനെ വെച്ചിട്ടാണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ സഹോദരനും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാനും അവിടെ കയറിയത്. രാവിലെ ഞാൻ 7:30 മുമ്പേ ഇറങ്ങും. ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 10 വർഷമായി. അപ്പോൾ ഫസ്റ്റിലെ സാറിൻ്റെ വീട് തന്നെ ഓഫീസായിട്ട് ഞങ്ങൾക്ക് തരുമായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചായിട്ട് യാതൊരു ബന്ധമില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് രാജേഷണ്ണൻ ഞങ്ങൾക്ക് ട്രെയിനിങ് തന്ന്, രാജേഷണ്ണൻ പൈങ്കിളിയണ്ണൻ ഉണ്ടായിരുന്നു, രണ്ടുപേരോടെ ഞങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ തന്ന് ഞങ്ങളെ പഠിപ്പിച്ചു കൊണ്ടുവന്ന ഷിപ്പിൻ്റെ കാര്യങ്ങളെല്ലാം. ഞങ്ങൾ ഷിപ്പ് മുമ്പ് കണ്ടിട്ട് പോലും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെയൊക്കെ ബേസും കാര്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതല്ല ഇവർ രണ്ടുപേരോടെ ചേർന്നാണ്. ഞങ്ങൾ 7:45 തൊട്ട് 5:30 വരെയാണ് ഞങ്ങളുടെ ഓഫീസ് ടൈം. അതിൽ 1 അവർ നമുക്ക് ബ്രേക്ക് ഉണ്ട്. ആ ഒരു ബ്രേക്ക് നമുക്ക് നമ്മുടെ രീതിക്കനുസരിച്ച് പ്ലാൻ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ, അതിനുശേഷം ലഞ്ച് ടൈമിലൊക്കെ ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് എടുക്കാം. നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, നമ്മുടെ ഏരിയസ് തന്നെ ഡെവലപ്മെൻറ്റ് എഫിഷ്യൻസി സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ നമുക്ക് അന്നത്തെ ഒരു ദിവസത്തെ വർക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പം ഇവിടെ പറഞ്ഞപ്പോൾ റിപ്പോർട്ടിംഗ് സെക്ഷൻ ഉണ്ട്, ഇൻവോയ്സിംഗ് സെക്ഷൻ ഉണ്ട്, റിസീവബിൾസ് ഉണ്ട്, പേയബിൾസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന ജോബുകൾ വ്യത്യസ്തമാണ്. അവരുടെ ജോബിനനുസരിച്ച് ആ എഫിഷ്യൻസി അന്നത്തെ ദിവസം അവർ രാവിലെ വന്ന് പഞ്ചിങ് ടൈം 7:45 എന്നുള്ളത് നമ്മൾ വന്ന സമയം 7:42 ആണെങ്കിൽ 42, 38 ആണെങ്കിൽ 38 വന്ന സമയം നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അതിനുശേഷം ഓരോ ജോബുകളായിട്ട് നമ്മുടെ പേഴ്സണൽ ടൈമിൽ നമ്മളെടുത്ത സമയം പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ സ്ലീപ്പ് ചെയ്യാൻ, നമ്മൾ ഹെൽത്തിന് വേണ്ടി എടുത്ത സമയം, നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി നമ്മൾ ചിലവഴിച്ച സമയം, അങ്ങനെ നമ്മൾ പേഴ്സണലി ചിലവാക്കിയ സമയവും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ വർക്കിന് വേണ്ടി ചിലവഴിക്കുന്ന സമയം നമ്മൾ അന്നത്തെ ദിവസം ഒരു 9 hours നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നത്. സാധാരണ രീതിയിലൊക്കെ കുറേ പേർക്ക് കല്യാണം കഴിച്ചുകൊണ്ട് ജോലി നഷ്ടപ്പെടാറുണ്ട്. പക്ഷെ ഇവിടെ ആ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ജോലി കിട്ടിയ കുറേ ഭാഗ്യമുള്ളവരാണ് ഞങ്ങൾ. ഒരുപാട് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്. നമ്മുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യാൻ പിന്നെ ആരും താല്പര്യപ്പെടത്തില്ല. പക്ഷേ ഇവിടുത്തെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നമുക്ക് 100% നമുക്കൊരു ഫ്രണ്ട്ലി ആണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് തന്നെ കൂടെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പറയാൻ, നമുക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്, ഒരു ഹോസ്പിറ്റൽ കേസുണ്ട്, നമ്മളെക്കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കമ്പനി അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിനകത്ത് തന്നെയുണ്ട്. നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ നമുക്കിവിടെ ഉണ്ട്. എനിക്ക് ഇടയ്ക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നപ്പം സാറ് തന്നെ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞു, സംസാരിച്ചു, സാറിനെ കാണാൻ വന്നു, ഫാമിലിയൊക്കെ വന്നു കണ്ട് സാർ ആശ്വസിപ്പിച്ചു. ഇവിടെ വന്നിട്ട് എനിക്ക് തിരിച്ച് ജോയിൻ ചെയ്യാൻ എപ്പോഴും വില്ലിങ് ആണ്, അന്നേരം ജോയിൻ ചെയ്താൽ മതി എന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞു. അപ്പം വേറെ ഒരു കമ്പനിയും ഇത്രയും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഏരിയസിൽ ആര് ജോലി ചെയ്യുന്നു അവരുടെ ഫാമിലിക്കും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം പേരൻസ് അലവൻസ് ആണെങ്കിൽ എനിക്കിപ്പോൾ പേരൻസ് അലവൻസ് കിട്ടുന്നുണ്ട്, അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. അതുപോലെ സ്പൗസ് അലവൻസ്, അതുപോലെ ചൈൽഡ് അലവൻസ്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു പറയേണ്ടത് നമുക്ക് മെൻസ്ട്രൽ ലീവുകൾ നമുക്ക് PML എല്ലാ മാസവും അലോ ചെയ്ത് തരുന്നുള്ളതാണ്. പീരീഡ്സിൻ്റെ ഫസ്റ്റ് ഡേ സംബന്ധിച്ച് നമ്മളെ വളരെ ബുദ്ധിമുട്ടുള്ള
അപ്പം അമ്മക്ക് ആ ഒരു ലീവ് കിട്ടും. പിന്നെ സെക്കൻഡ് ഡേ ബുദ്ധിമുട്ടുള്ളവർക്ക് വർക്ക് ഫ്രം ഹോം തരുന്നുണ്ട്. പിന്നെ ചൈൽഡ് അലവൻസ് ഉണ്ട്. ചൈൽഡ് അലവൻസ് ഒക്കെ മോളൊക്കെ ആണെങ്കിലും അമ്മ എന്നോട് ചോദിക്കും, അമ്മ ഞങ്ങളുടെ പോക്കറ്റ് മണി സാറ് തരുന്നില്ലേ എന്നുള്ള ഇതിൽ ചോദിക്കും. പിന്നെ ഏറ്റവും എനിക്ക് സന്തോഷമുള്ളത് അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. എനിക്ക് 2, എൻ്റെ ചേച്ചിക്ക് 3 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. അപ്പോൾ അമ്മ അത്രയും നാൾ തൊട്ട് കഷ്ടപ്പെട്ടാണ്. അപ്പം ഇപ്പം വയ്യാണ്ടായി വീട്ടിലിരിക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ കാശ് കിട്ടുമ്പോൾ അമ്മയ്ക്ക് അതൊരു ഭയങ്കര സന്തോഷം. അപ്പം എനിക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി സ്ട്രഗിൾ വരുമ്പോൾ തന്നെ അമ്മ അറിയാം എൻ്റെ പൈസ ഉണ്ട്, ഞാൻ തരാം. അല്ലെ അമ്മ കൊച്ചുമൊക്കെ ആണെങ്കിലും അമ്മ പോക്കറ്റ് മണിയൊക്കെ കൊടുക്കുമ്പം അമ്മ ഹാപ്പിയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. മന്ത്ലി ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ മാസവും എന്ന് വെച്ചാൽ BP, വെയിറ്റ് അതെല്ലാ മാസവും നമ്മൾ മന്ത്ലി അത് എഫ്സത്തിൽ തന്നെ കൊടുക്കേണ്ടുന്നതാണ്. പിന്നെ അല്ലാതെ 6 മാസം കൂടുമ്പം ഫുൾ ചെക്കപ്പ് ഉണ്ട്. നമുക്കതുപോലെ തന്നെ ഒരു പേഴ്സണൽ ഡോക്ടറുണ്ട്. നമുക്ക് നമ്മുടെ ഡോക്ടറോട് സംസാരിക്കാൻ പറ്റും. അതിനുശേഷം ഫർദർ ഒപ്പീനിയൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പോസിബിൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതിയാവും. കൊല്ലൂരത്തെ കെരഡിസൻ്റെ ഇൻചാർജാണ്. ഇപ്പം അവിടെ തന്നെ 31ഓളം കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സാറ് മന്ത്ലി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. സാറ് മെൻറ്ററായിട്ട് നിന്നുകൊണ്ടുള്ള ക്ലാസ്സുകളാണ്. Anyone to explain why it's not happened? നമുക്കിപ്പോൾ ചോദിക്കാൻ ഒരാളില്ല. എൻ്റെ കുട്ടിയെ നമ്മൾ അതിന് വിട്ടാൽ ഒരു കോഴ്സിന് വിട്ടാൽ മുന്നോട്ട് എങ്ങനെയാണ്, അതൊരു നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടോ, ഇനി ഭാവിയിലേക്ക് നമുക്ക് എല്ലാത്തിനെ പറ്റിയും ധാരണ ഉണ്ടാവണമെന്നില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്, മുന്നോട്ട് പോയാൽ ഈ ഒരു കോഴ്സ് പഠിച്ചാൽ ഒരു ജോലി കിട്ടുമോ? എല്ലാവരും ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നത്. അപ്പം ജോലി കിട്ടുമോ ഇല്ലയോ, ഇപ്പോഴത്തെ ഇൻഡസ്ട്രി എങ്ങനെയാണ്, അതിനൊക്കെയുള്ളൊരു ഇത്രയും ഹൈലി ഇരിക്കുന്ന ഒരു വ്യക്തി നമുക്കത് പറഞ്ഞു തരുമ്പോൾ നമുക്കത് വിശ്വസിച്ച് കുട്ടികളെ ഏൽപ്പിക്കാൻ പറ്റും. Certain habits you need to develop in your life if you want to be successful in your life. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ തോട്ട്സ് നമ്മുടെ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് വളരെ നല്ലതായിട്ട് തോന്നും. കുട്ടികൾ ഹാപ്പിയാണ് എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും പ്രൈസ് മണിയൊക്കെ കിട്ടും ഓരോ വർക്കൊക്കെ ചെയ്യും. അപ്പോൾ അവർ ഹാപ്പിയാണ്. അപ്പോൾ ഓഫീസിലാണെങ്കിൽ വയലിൻ ക്ലാസ് ഉണ്ട്, മ്യൂസിക് ക്ലാസ്, ചെണ്ട, എൻ്റെ 3ൻ്റെയും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പം എൻ്റെ മക്കൾ 2 പേരും മ്യൂസിക് ക്ലാസ്സിനും വയലിൻ ക്ലാസ്സിനും പോകുന്നുണ്ട്. എല്ലാ സൺഡേയിലുമാണ് ക്ലാസ്. അപ്പം ഞങ്ങൾ സ്റ്റാഫുകളും കുറേ പേര് പഠിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ നടക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ ആൻറ്റി കാസ്റ്റ് പോളിസി ഉണ്ട്, ആൻറ്റി ഡൗറി പോളിസി ഉണ്ട്, ഇലക്ട്രിക് സ്കൂട്ടർ എന്നല്ല ഇലക്ട്രിക് വാഹനങ്ങളെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതൊക്കെ നമ്മുടെ സമൂഹത്തിന് ഒരുപാട് മെസ്സേജസ് കൊടുക്കുന്ന ഒരു പോളിസീസാണ്. ഇലക്ട്രിക് വെഹിക്കിൾസിന് ചാർജിങ് സ്റ്റേഷനൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് നമുക്ക് ചിലവൊന്നുമില്ല, നമുക്ക് ചാർജ് ചെയ്യാം. ഹെൽമെറ്റ് നിർബന്ധമായിട്ട് യൂസ് ചെയ്യണമെന്നുള്ളൊരു ഇതുണ്ട് ഇവിടെ നമ്മുടെ ഐക്യരകോണത്ത്. അപ്പം അതൊരു നമ്മുടെ സേഫ്റ്റിക്ക് അത് എന്തായാലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അതെനിക്ക് കുറേ ഇഷ്ടമാണ്. കാരണം പലരും നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. പെട്ടെന്ന് നമ്മൾ ഹെൽമെറ്റ് ഫുൾ ടൈം വെച്ചുകൊണ്ട് പോയിട്ട് റോഡിൽ ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നിച്ചു എന്താ അവർ ഹെൽമെറ്റ് വെക്കാത്തേ. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ആണല്ലോ അത് പറയുന്നത്. ഒരു സേഫ്റ്റി എന്ന് പറഞ്ഞൊരു മുഖ്യമായിട്ടൊരു ഇത്. ഇവിടെ ഒരു പ്രത്യേക ഡിവിഷൻ തന്നെയാണ്. അതായത് നമ്മൾ ജോബിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അല്ലാതെ എല്ലാ പരിപാടികളും സെലിബ്രേറ്റ് ചെയ്യാനും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിവിഷൻ ഫോം ചെയ്തിട്ടുണ്ട്. അതിനാണ് ഹാപ്പിനെസ് ഡിവിഷൻ എന്ന് പറയുന്നത്. സ്പോർട്സ് ഉണ്ട്, അല്ലാതെ ഇപ്പം ഏത് സെലിബ്രേഷൻ എല്ലാ ഡേയും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ക്ലാസ്സുകൾ തരുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ അവയർനെസ് വരാൻ വേണ്ടിയിട്ട് പോലീസിൽ നിന്ന്, എക്സൈസിൽ നിന്നൊക്കെ നമുക്ക് ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. നമുക്കൊരു സെൽഫ് ഡിഫെൻസ്, ഒരാൾ നമ്മളെ പെട്ടെന്ന് ഉപദ്രവിക്കാൻ വന്നാൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം, അത് നമുക്ക് മാത്രമല്ല നമ്മുടെ ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ കുട്ടികൾക്കും, കരിയർ ഡിസൈനിലെ കുട്ടികൾക്കും നമ്മളത് ക്ലാസ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ന്യൂ ജോയിനേഴ്സ് വരുമ്പോൾ അവർക്ക് ആ ക്ലാസ് കാണത്തക്ക രീതിയിൽ നമ്മളത് റെക്കോർഡ് ചെയ്തവരെ കാണിക്കുന്നുണ്ട്. ഇവിടെ അല്ലാതെ ഗോ ഗ്രീൻ സ്കീമുണ്ട്. ഗോ ഗ്രീൻ എന്ന് വെച്ചാൽ ഇപ്പം ഫുള്ള് നമ്മുടെ ഓഫീസിൽ ഇവിടെ പറഞ്ഞേക്കുന്നത് പ്ലാസ്റ്റിക് ഫുൾ ബാൻഡ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയാലും ഫുഡ് കൊണ്ടുവരുന്ന ആയാലും പ്ലാസ്റ്റിക്കിൽ കൊണ്ടുവന്നോടാന്നാണ്. അതിവിടെ മെയിൻ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിലൊരു പച്ചക്കറി കൃഷി ചെയ്യുന്നത് കാണിച്ചു കൊടുത്താൽ നമ്മുടെ കുട്ടികൾക്കാണേലും അത് ഇൻട്രസ്റ്റ് വരും. അപ്പം ഈ വെറുതെ TV കണ്ടും ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയയിൽ കയറി സമയം കളയുന്നതിന് പകരം നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് വെള്ളം ഓരോ ദിവസം ഒഴിച്ചാൽ മതി ഒരു ചെടിയുടെ ചുവട്ടിൽ. അത് നമുക്ക് നാളെ നല്ലൊരു പ്രയോജനമായിട്ട് വരും എന്നുള്ളൊരു മെസ്സേജും കൂടെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റും. കുട്ടികളുടെ ഒരു ഹെൽത്ത് ആണെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇതൊരു കമ്പനി എന്നുള്ളത് ഒരു ഫാമിലിയാണ്.
ഏരിയസ് ഫാമിലിയാണ്. ആ ഒരു ഫാമിലിയിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞൊരു വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കും, അതുപോലെ തന്നെയാണ് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്ത് അണ്ണൻ ഇതിനകത്തേക്ക് എൻട്രി ചെയ്യിപ്പിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പോയി നമ്മളുടെ ഫാമിലിയിലുള്ളവരുടെ അടുത്ത് പറയുന്നതോണൊക്കെ തന്നെ നമുക്ക് പോയി പറയാൻ പറ്റും. കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും മാനേജ്മെൻ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഫാമിലിയാണ്. അപ്പം കൂടുതലും നമ്മൾ സാറ് അങ്ങനെയൊന്നും വിളിക്കത്തില്ല, അണ്ണ ചേച്ചി ചേട്ടാന്നൊക്കെ വിളിക്കുന്നത്. അപ്പം അത്രയും കൊണ്ടുള്ള നമ്മളെ അടുപ്പമുണ്ട്. നമുക്ക് കോഓപ്പറേറ്റീവ് ഫീൽഡിലുള്ള ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. എല്ലാ രീതിയിലും ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഓഫീസാണ്. എംപ്ലോയീസിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ കഴിവുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ. ഈവൻ നമുക്ക് മാത്രമല്ല നമ്മുടെ ഫാമിലിയെയും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വർക്കും ഫാമിലിയായിട്ട് നമുക്ക് ഒരേപോലെ തന്നെ ടാലിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. മാനേജ്മെൻറ്റിൽ നിന്ന് സപ്പോർട്ടാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സ് കൂടെ വർക്ക് ചെയ്യുന്നുള്ള ഇതാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോകാൻ പറ്റുന്നുണ്ട്. ഏരിയസിൽ ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പിയാണ്. Aikarakkonam is not a miracle. It is a choice. A choice that proves when you invest in people, they build something greater. This is not one exemplary workplace. It is a blueprint. Aikarakkonam exists, which means it can exist anywhere.